റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് അയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം. പോയ വാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് അയനാടൻ. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം തുടരുമ്പോൾ ആണവ പരിപാടിയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യാനാകില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. ഇസ്രായേലും ഇറാനും അന്യോന്യം നടത്തുന്ന ആക്രമണം അയവില്ലാതെ തുടരവേ ആണവ നിർവ്യാപന ചർച്ച പുനരാരംഭിക്കാൻ യൂറോപ്പ് ശ്രമിച്ച സാഹചര്യത്തിലാണ് ഈ പ്രതികരണം. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ വലിയ ആഘാതമുണ്ടാകുമെന്ന് UN ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ റാഫേൽ ഗ്രോസി മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചും ഇറാൻ ഭരണാധികാരികൾക്ക് പിന്തുണ അറിയിച്ചും ആയിരങ്ങൾ ടെഹ്റാനിൽ റാലി നടത്തി. ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ പുരോഹിതൻ മുഖ്താദ സദറിന്റെ ആയിരക്കണക്കിന് അനുയായികൾ ഇറാഖിലും പ്രതിഷേധ പ്രകടനം നടത്തി. സംഘർഷത്തിന് നയതന്ത്ര പരിഹാരമുണ്ടാക്കാൻ ഇറാന് നൽകുന്ന അവസരമാണ് ജനീവയിലെ ചർച്ചയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. അടുത്ത 2 ആഴ്ച നയതന്ത്ര പരിഹാരമുണ്ടാക്കാനുള്ള സമയമാണെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിയും അറിയിച്ചു. ആക്രമണത്തിന് ട്രംപ് അനുമതി നൽകിയെന്നും എന്നാൽ ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കുമോ എന്ന് നോക്കാനാണ് അത് 2 ആഴ്ചത്തേക്ക് വൈകിപ്പിക്കുന്നതെന്നും വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷബാധിത മേഖലകളിൽ കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ 2024 മുൻപില്ലാത്ത വിധം കൂടിയെന്ന് ഐക്യരാഷ്ട്രസഭ. ഇതിലേറെയും ഗാസ, വെസ്റ്റ് ബാങ്ക്, കോങ്കോ, സൊമാലിയ, നൈജീരിയ, ഹെയ്ത്തി എന്നിവിടങ്ങളിലാണ്. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യാഴാഴ്ച പുറത്തുവിട്ടു. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ 2023 മുതൽ 25% കൂടിയത്. അന്ത്യമില്ലാത്ത വിദ്വേഷത്തിന്റെയും വിവേചനമില്ലാത്ത ആക്രമണങ്ങളുടെയും ഫലം അനുഭവിച്ചത് കുട്ടികളാണ് എന്ന് ഗുട്ടറസ് പറയുന്നു. ഇസ്രായേൽ തുടർച്ചയായ 2ാം വർഷവും റഷ്യൻ സൈന്യവും അനുബന്ധ സായുധ സേനകളും തുടർച്ചയായ 3ാം വർഷവും UNന്റെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുന്നു. അതിക്രമങ്ങളിൽ 50% നടത്തുന്നത് സായുധ സംഘങ്ങളാണ്. കൊല, അംഗഭംഗം വരുത്തൽ, സ്കൂൾ ആക്രമണം, അവശ്യ സഹായം നിരസിക്കൽ എന്നിവ ചെയ്യുന്നത് സർക്കാർ സേനകളുമാണ്. 2024 ആകെ അതിക്രമങ്ങൾ 36,221 ആകുമ്പോൾ അത് 2023 5,149 ആയിരുന്നു. ഗാസയിൽ ഇസ്രായേൽ സൈന്യം മാത്രം നടത്തിയത് 7,188 അതിക്രമങ്ങളാണ്. UNന്റെ മാനദണ്ഡമനുസരിച്ച് പരിശോധന ഉറപ്പാക്കിയ കണക്കാണിത്. ഗാസ ആരോഗ്യ മന്ത്രാലയം ഇതിൽ കൂടുതൽ എണ്ണം നൽകിയിട്ടുണ്ട്. ഇത് UN പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രിട്ടീഷ് വ്യോമസേനയായ റോയൽ എയർഫോഴ്സിന്റെ ബ്രൈസ് നോട്ടണിലെ താവളത്തിൽ അതിക്രമിച്ചു കിടന്ന 2 ടാങ്കർ വിമാനങ്ങളിൽ ചുവന്ന പെയിന്റ് പൂശി പാലസ്തീൻ അനുകൂലികൾ. പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയിലെ അംഗങ്ങളാണിവർ. ആകാശത്ത് വെച്ച് തന്നെ യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വോയേജർ ജെറ്റുകളുടെ ടർബൈൻ എഞ്ചിനുകളാണ് ഇവർ സ്പ്രേ പെയിന്റ് അടിച്ച് കേടുവരുത്തിയത്. സംഭവം ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സർക്കാരിനെ പരസ്യമായി അപലപിക്കുമ്പോഴും ഗാസയിലേക്ക് ചാരവിമാനം അയക്കുകയും USന്റെയും ഇസ്രായേലിന്റെയും യുദ്ധവിമാനങ്ങൾ ഇന്ധനം നിറച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ബ്രിട്ടൻ എന്ന സംഘടന പ്രസ്താവനയിൽ പറയുന്നു. ഇതുവഴി ഗാസയിലെ വംശഹത്യയിലും പശ്ചിമേഷ്യയിലെ യുദ്ധ കുറ്റകൃത്യങ്ങളിലും ബ്രിട്ടൻ സജീവ പങ്കാളിയാണെന്നും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ലണ്ടനിൽ നിന്ന് 112 കിലോമീറ്റർ അകലെയാണ് RAFന്റെ ഏറ്റവും വലിയ വ്യോമത്താവളമായ ബ്രൈസ് നോട്ടൺ. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയ ശേഷം കൂടുതൽ ടൈഫൂൺ യുദ്ധവിമാനങ്ങളും വോയേജർ ടാങ്കുകളും ബ്രിട്ടൻ അയച്ചിരുന്നു. യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചാൽ US, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവയുടെ പശ്ചിമേഷ്യയിലെ സേനാ താവളങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടിലെ വിശേഷങ്ങൾ. രാജ്യത്ത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർക്ക് സമീപ ഭാവിയിൽ ലജ്ജ തോന്നുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അത്തരമൊരു കാലം വിദൂരമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ ഭാഷ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പൈതൃകത്തിന്റെയും ഭാഗമാണ്. വിദേശ ഭാഷകളേക്കാൾ അവയ്ക്ക് മുൻഗണന നൽകണം. ഭാഷാ പരിഷ്കരണം അനിവാര്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ആരോപണം ഉന്നയിക്കുകയാണ്. അമിത്ഷായുടെ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ദരിദ്രരായ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് BJPക്കും RSSന് ഇഷ്ടമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. അവർ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നതിലാണ് ഇതെന്നും അദ്ദേഹം പറയുന്നു. BJPക്കും RSSനുമെതിരെ ശക്തമായ വിമർശനമാണ് രാഹുൽ നടത്തിയത്. ഇംഗ്ലീഷ് ഭാഷയെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാനുള്ള ഉപകരണമായി ഉപയോഗിക്കുമെന്നതിനാലും ജീവിത ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾക്ക് ഉപയോഗിക്കുമെന്നതിനുമാണ് BJPയും RSSും ഇംഗ്ലീഷ് ഭാഷ എതിർക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇംഗ്ലീഷ് ഒരു ഡാമല്ല, പക്ഷേ ഒരു പാലമാണ്. ഇംഗ്ലീഷ് മോശപ്പെട്ടതല്ല, പക്ഷേ ശക്തിയാണ്. ഇംഗ്ലീഷ് ചെങ്ങലയല്ല, ചെങ്ങലകളെ തകർക്കാനുള്ള ആയുധമാണ്. ഇന്ത്യയിലെ ദരിദ്രരായ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് BJPക്കും RSSനും ഇഷ്ടമല്ല. അവർ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നതിനാലാണിത്. മുന്നോട്ടു പോകുക, തുലിരാകുക. രാഹുൽ ഗാന്ധി Xൽ കുറിച്ച വാക്കുകളാണിത്. അഹമ്മദാബാദിൽ വിമാനാപകടമുണ്ടായതിന് പിന്നാലെ എയർ ഇന്ത്യ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ 20% കുറവുണ്ടായതായി റിപ്പോർട്ട്. ടിക്കറ്റ് നിരക്ക് 8 മുതൽ 15% വരെ കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്. ടാറ്റയുടെ കീഴിലുള്ള എയർ ഇന്ത്യ ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം ജൂൺ 12 അഹമ്മദാബാദിൽ തകർന്നു വീണ് യാത്രക്കാരായി 241 പേരും സ്ഥലത്തുണ്ടായിരുന്ന 29 പേരും മരിച്ചിരുന്നു. അതിനുശേഷം വിദേശ ടിക്കറ്റ് ബുക്കിംഗിൽ 18 മുതൽ 22%, ആഭ്യന്തര യാത്രകളിൽ 10 മുതൽ 12% വരെയും ഇടിയുണ്ടായി. അതേസമയം ഹൈദരാബാദിൽ നിന്ന് മുംബൈയിലേക്ക് 92 യാത്രക്കാരുമായി പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് കഴിഞ്ഞ വാരം റദ്ദാക്കി. മുംബൈയിലേക്കുള്ള A1 2534 വിമാനമാണ് റദ്ദാക്കിയത്. സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാരെ ഇറക്കി മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിവിടുകയായിരുന്നു. സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് 8 എയർ ഇന്ത്യ വിമാനങ്ങൾ വേറെയും റദ്ദാക്കിയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണം നിരസിച്ച കാര്യം വെളിപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഒഡീഷയിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവന. G7 ഉച്ചകോടിക്ക് കാനഡയിലെത്തിയപ്പോഴാണ് ട്രംപിന്റെ ക്ഷണമുണ്ടായതെന്നും തനിക്ക് അതിനേക്കാൾ പ്രധാനമായിരുന്നു ദൈവത്തിന്റെ നാട്ടിലേക്കുള്ള യാത്രയെന്നും മോദി പറഞ്ഞു. പാക് സൈനിക മേധാവി അസിം മുനീറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരുമിച്ചിരുത്താനുള്ള നീക്കം ട്രംപ് നടത്തിയിരുന്നു. അസിം മുനീറിനെ ട്രംപ് വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ ദിവസം ഉച്ചവിരുന്നുമൊരുക്കിയിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദം ആവർത്തിക്കുന്ന ട്രംപിന്റെ നീക്കത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇതിനിടെയായിരുന്നു ട്രംപിന്റെ ക്ഷണം മോദി നിരസിച്ചത്. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ കേരള സർക്കാർ ആലോചിക്കുന്നു. ഈ വർഷം 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം പുസ്തകത്തിലെ 2ാം മൂല്യത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ജനാധിപത്യ മൂല്യങ്ങൾ പഠിക്കേണ്ട യഥാർത്ഥ ഇടങ്ങൾ വിദ്യാലയങ്ങളാണെന്നും കുട്ടികൾ ഒരു കാര്യവും തെറ്റായി മനസ്സിലാക്കാൻ പാടില്ല എന്നും തീരുമാനം അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കുട്ടികളോട് ഭാരതാംബയെ പൂജിക്കണം, സ്മരിക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. ഭരണഘടനാ വിരുദ്ധമായ കാര്യമായതിനാൽ ആ പ്രസംഗം ഗവർണർ പിൻവലിക്കണം. ഈ അവസരത്തിൽ കുട്ടികൾ ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. അടുത്ത വർഷം 11, 12 ക്ലാസുകളിലെ പാഠപുസ്തകത്തിലും ഗവർണറുടെ അധികാരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ഭാരതാംബ ചിത്രം ഔദ്യോഗിക പരിപാടിക്ക് ഉപയോഗിച്ച ഗവർണർക്ക് നേരെ കനത്ത വിമർശനം ശിവൻകുട്ടി നേരത്തെ അയച്ചുവിട്ടിരുന്നു. RSS ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവൻ. ഭാരതാംബയുടെ ചിത്രമുണ്ടെങ്കിൽ താൻ ഇനിയും പങ്കെടുക്കില്ല എന്നും ഗവർണർക്ക് സർക്കാരിനെ വെല്ലുവിളിക്കാനാകില്ല എന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. പോയ വാരത്തിലെ കായിക വിശേഷങ്ങൾ. ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ വിജയം കുറിച്ചിരിക്കുകയാണ് അമേരിക്കൻ ക്ലബ്ബ് ഇന്റർ മയാമി. 7 വർഷത്തെ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമാണ് മയാമി ക്ലബ്ബ് ലോകകപ്പ് കളിക്കുന്നത്. ഉദ്ഘാടന മത്സരത്തിൽ സമനില വഴങ്ങിയ മയാമി 2ാം മത്സരത്തിൽ പോർച്ചുഗൽ ക്ലബ്ബായ FC പോർട്ടോയെ തോൽപ്പിച്ച് ചരിത്രം കുറിക്കുകയായിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്ക് ലയൺ മെസ്സിയും സംഘവും ചരിത്ര വിജയം നേടി. 54ാം മിനിറ്റിൽ മെസ്സിയുടെ ഫ്രീ കിക്ക് ഗോൾ മയാമിയുടെ ക്ലബ്ബ് ലോകകപ്പിലെ ആദ്യ വിജയത്തിൽ നിർണായകമായി. എന്നാൽ ഇതൊരു ചരിത്ര വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 2011 UEFA സൂപ്പർ കപ്പ് നേടിയ ബാഴ്സലോണയുടെ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. അന്ന് മെസ്സി ഉൾപ്പെട്ട ബാഴ്സ സംഘത്തിന് പോർച്ചുഗീസ് ക്ലബ്ബ് FC പോർട്ടോയായിരുന്നു എതിരാളികൾ. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പോർട്ടോയെ കീഴടക്കി അന്ന് ബാഴ്സ സൂപ്പർ കപ്പ് കിരീടം വിജയം സ്വന്തമാക്കിയപ്പോൾ ലയണൽ മെസ്സിയും സെക്സ് ഫാബ്രിക്കാസുമായിരുന്നു വിജയശില്പികൾ. മാൻ സിറ്റിക്ക് £1 മില്യൺ പിഴ ചുമത്തി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. കഴിഞ്ഞ സീസണിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി നടന്ന 9 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ കിക്ക് ഓഫുകളും റീസ്റ്റാർട്ടുകളും വൈകിപ്പിച്ചതിനാണ് സിറ്റിക്കെതിരെ പ്രീമിയർ ലീഗ് നടപടി സ്വീകരിച്ചത്. സതാംപ്ടൺ, ടോട്ടൻഹാം ഹോട്ട്സ്പർ, നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, മാൻ യുണൈറ്റഡ്, വെസ്റ്റ് ഹാം യുണൈറ്റഡ്, ന്യൂകാസിൽ യുണൈറ്റഡ് എന്നീ ടീമുകൾക്കെതിരായ ഹോം മത്സരങ്ങൾക്കും ക്രിസ്റ്റൽ പാലസ്, ആസ്റ്റൺ വില്ല, ഇപ്സ്വിച്ച് ടൗൺ എന്നിവയ്ക്കെതിരെയുള്ള എവേ മത്സരങ്ങൾക്കുമായാണ് സിറ്റിയുടെ മൊത്തം £1.08 മില്യൺ പിഴ ചുമത്തിയത്. മാൻ സിറ്റി പിഴ അംഗീകരിക്കുകയും നിയമലംഘനം നടത്തിയതിന് ക്ഷമാപണം നടത്തുകയും ചെയ്തതായി പ്രീമിയർ ലീഗ് സ്ഥിരീകരിക്കുന്നു. ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ.